കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ആ പച്ചക്കളവ് അത് കളവാണെന്ന് കുരുവട്ടൂരികൾക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബിൽ നിന്ന് അത് പിൻവലിച്ചുവെങ്കിലും ഡിലീറ്റ് ചെയ്തുവെങ്കിലും കേട്ടവർ പലരുമുണ്ട്. കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിയൽവാദി നൗഷാദിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത്. പേരോട് ഉസ്താദ് നിയൽവാദിയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കുരുവട്ടൂരിസത്തിലേക്ക് ആളെ ചേർക്കാൻ ശ്രമിക്കുന്ന നൗഷാദ് വട്ടൂരി നിഴൽവാദിയാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള വോയിസാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. മുമ്പ് തിരുകേശത്തിന് കട്ടിയുള്ള അത്തറ് തേച്ചു കൊടുത്തപ്പോൾ നിഴൽ കണ്ടു എന്ന് വാദിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ കുരുവട്ടൂരി നൗഷാദ് പറഞ്ഞത് ഒരുപാട് അത്തറ് തേച്ചത് കൊണ്ട് ഉണ്ടായ നിഴലാണെന്ന്. ഇത് ഷഹർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷഹർ മുബാറക്ക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷഹർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറുണ്ട് അതിന്റെ മേലിൽ. അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? നിഴൽ കണ്ടു എന്ന് വാദിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ പൊറുതികേട് തോന്നി കുരുവട്ടൂരി മുരീദന്മാർ ആ ചോദ്യം നൗഷാദിനോട് ചോദിച്ചപ്പോൾ എന്ത് വിവരക്കേടും പറഞ്ഞാൽ കേൾക്കാൻ പാകത്തിന് കഴുതകളാക്കി വെച്ചിരിക്കുന്ന കുരുവട്ടൂരികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം നൗഷാദ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. പിന്നെന്തിനായിരുന്നു പേരോട് ഉസ്താദിൻ്റെ പേരിൽ നൗഷാദിൻ്റെ വാദം കെട്ടിവെച്ചത്? എന്തിനായിരുന്നു ചിലയിടങ്ങളിൽ നൗഷാദ് കുരുവട്ടൂരി ശബ്ദ മലിനീകരണം നടത്തിയത്? എന്തിനായിരുന്നു പേരോട് ഉസ്താദിനെ വഹാബിയാക്കിയത്? പേരോട് ഉസ്താദിന് അങ്ങനെ ഒരു വാദമുണ്ടോ? ഒരിക്കലും ഇല്ല. നൗഷാദ് വാദിച്ചതുപോലെ പേരോട് ഉസ്താദ് വാദിച്ചിട്ടില്ല. ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. നൗഷാദിന്റെ നിയൽവാദം നമുക്കൊന്ന് കേട്ടു നോക്കാം. കാന്തപുരം ഉസ്താദിന് കഴിയണമായിരുന്നു മുജാഹിദുകളോട് ചോദിച്ച ആ ചോദ്യം കുറ്റ്യാടിയിലേക്ക് തിരിഞ്ഞു ചോദിക്കാൻ. അല്ല, എന്താണോ നിനക്ക് അള്ളാന്റെ റസൂലിന് നിഴലുണ്ട് എന്ന് പറയുമ്പോ പ്രയാസം? എന്താണോ നിനക്ക് അള്ളാന്റെ റസൂലിന് നിഴലുണ്ട് എന്ന് പറയുമ്പോ പ്രയാസം? എന്താണോ നിനക്ക് അള്ളാന്റെ റസൂലിന് നിഴലുണ്ട് എന്ന് പറയുമ്പോ പ്രയാസം? പക്ഷേ കഴിഞ്ഞില്ല, പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഇന്നും ആ വാദം അവിടെ നിലനിൽക്കുകയാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, നൗഷാദ് കുരുവട്ടൂരി ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് നിഴലുണ്ടെന്ന് പറയുമ്പോൾ നിനക്കെന്തിനാണോ പ്രയാസം എന്നാണ് നൗഷാദ് ചോദിക്കുന്നത്. നിഴലില്ല എന്ന് വാദമുള്ള പേരോട് ഉസ്താദിനോട് എന്തുകൊണ്ടാണ് വഹാബികളോട് ചോദിച്ച ആ ചോദ്യം കാന്തപുരം ഉസ്താദ് പേരോട് ഉസ്താദിനോട് ചോദിക്കാത്തത് എന്നുമാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ വഹാബികളോട് കാന്തപുരം ഉസ്താദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാണോ നിനക്ക് പ്രയാസം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. കാന്തപുരം ഉസ്താദിൻ്റെ പേരിൽ കളവ് പറയുകയാണ് ചെയ്യുന്നത്. നിഴലില്ല എന്ന് വാദമുള്ളയാളാണ് പേരോട് ഉസ്താദ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടെന്ന് പറഞ്ഞാലും സുന്നത്ത് ജമാഅത്തിൻ്റെ പടനായകൻ എന്ന നിലക്ക് പേരോട് ഉസ്താദിന് പ്രയാസമുണ്ടാകും. അത് ചോദ്യം ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഒരു കുരുവട്ടൂരികളെയും
വെറുതെ വിടുകയില്ല. വഹാബികളുടെയും കുരുവട്ടൂരികളുടെയും ആശയം ഒന്ന് തന്നെയാണ്. വഹാബികളെപ്പോലെ കുരുവട്ടൂരികളും അവരുടെ വാദം സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നു. വഹാബികളും കുരുവട്ടൂരികളും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞ ഒരു കളവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാച് വരുമെന്ന് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന്. ഒരുത്തൻ തലക്കെട്ടും കെട്ടി വയല് പറയാ അള്ളാന്റെ റസൂലിന്റെ കോലത്തിലും ചെയ്താൻ വരും. അത് തലക്കെട്ടുണ്ട്. അയാള് വേറൊരുപാട് നല്ല കാര്യം പറയുന്നുണ്ട്, ഒരുപാട് നല്ല വയൽ അയാള് പറയുന്നുണ്ട്. പണ്ടൊരുപാട് സുന്നത്തമായത്ത് പറഞ്ഞ മൊഹിലിയാരാണ് എന്ന് കരുതിയിട്ട് വഹാബിയത്തും നജിദിയത്തും പറയുന്ന റസൂലുള്ളാഹിനെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു വാദം അവൻ പറഞ്ഞാൽ അയാള് പറഞ്ഞതെല്ലാം ബാത്തുലായി, ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല ആ ആളെ. ഇതാ ദീനിന്റെ നടപടി. ഇതാണ് ശൈഖുന മടവൂര് കാണിച്ചെന്ന വഴി. ഇതാണ് വടകര മുഹമ്മദ് ആജിത്തങ്ങൾ കാണിച്ചെന്ന വഴി. ഒരിക്കലും പേരോട് ഉസ്താദ് അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിച്ചു എന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള പച്ച നുണ പറഞ്ഞതാണ്. പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദിന്റെ പേരിൽ നിങ്ങൾ ശൈഖായി കരുതുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള കളവാണ് പറഞ്ഞത് എന്ന് കുരുവട്ടൂരികളായ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോരാ, കാരണം ലൈവിൽ ഒരുപാട് പേര് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ആ കളവ് കേട്ടിട്ടുണ്ട്. അതാരൊക്കെ കേട്ടു എന്ന് നമുക്കും അറിയില്ല. ലോകം നിയന്ത്രിക്കുന്നവനാണ് കോമാട്ടുചാലിൽ എന്ന് പച്ചക്കള്ളം അറിയുന്നുണ്ടെങ്കിലും അവനും അറിയില്ല. അതുകൊണ്ട് തന്നെ പേരോട് ഉസ്താദിന്റെ പേരിൽ ഞാൻ പച്ചക്കളവ് പറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കോമാട്ടുചാലിൽ അബ്ദുള്ളയും നൗഷാദ് കുരുവട്ടൂരിയും പൊതുജനങ്ങളോട് മാപ്പ് പറയണം. ഒരു സ്ഥലത്ത് മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് മാപ്പ് പറയണം. ഓരോ വീട്ടിലും കയറി ഇറങ്ങി മാപ്പ് പറയണം. ഓരോ അംഗത്തോടും മാപ്പ് പറയണം. ഇനി കുരുവട്ടൂരികളിൽ ആർക്കെങ്കിലും കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ, കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിൽ വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പേരോട് ഉസ്താദ് കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞതുപോലെ പറഞ്ഞ വീഡിയോ വിട്ടു തന്നാൽ സുന്നി പ്രവർത്തകർ ഓരോരുത്തരായി ഓരോ കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി പേരോട് ഉസ്താദിന്റെ വീഡിയോയുമായി ST മീഡിയ ചാനലുമായി ബന്ധപ്പെടാവുന്നതാണ്.